ഞാൻ ഒന്നും കഴിക്കുന്നില്ല, എന്നിട്ടും എൻ്റെ വണ്ണം ഒട്ടും കുറയുന്നില്ല. കേട്ടിട്ട് നല്ല പരിചയം തോന്നുന്നു അല്ലേ? എന്നും രാവിലെ എഴുന്നേറ്റ് ആദ്യം ചെയ്യണത് ഭക്ഷണം ഒഴിവാക്കലാണ്. ഉച്ചയ്ക്ക് ഒരു ചോറും കറിയും, അതും വളരെ കുറച്ച്. വൈകിട്ട് ഒരു ചായയും ബിസ്ക്കറ്റും. രാത്രി ഒരു ചപ്പാത്തിയോ ചിലപ്പോൾ കുറച്ച് സാലഡോ മാത്രം. പക്ഷെ വെയിങ് സ്കെയിലിൽ കയറി നോക്കുമ്പോഴോ ആ നമ്പറിന് മാത്രം ഒരു മാറ്റവും ഇല്ല. ചില ദിവസങ്ങളിൽ കൂടിയിട്ട് പോലും ഉണ്ട്. അപ്പോൾ മനസ്സിലാ ചോദ്യം കയറി വരും, ഞാൻ ഇത്ര കുറച്ച് കഴിച്ചിട്ടും എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ? ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിലും വന്നിട്ടുണ്ടോ? അങ്ങനെ തോന്നുന്ന ഒരാളെ അറിയാമോ? നമ്മൾ കരുതുന്ന പോലെ അല്ല കാര്യങ്ങൾ. നമ്മുടെയൊക്കെ ശരീരം ഉണ്ടല്ലോ, അത് അത്ര സിമ്പിളായി വർക്ക് ചെയ്യുന്ന ഒരു മെഷീനൊന്നുമല്ല. നമ്മൾ ഈ കഴിക്കുന്ന ഫുഡ് കുറയ്ക്കുമ്പോൾ ആദ്യം ശരീരത്തിന് കിട്ടുന്ന സിഗ്നൽ എന്താണെന്നറിയോ? ഫുഡിന് ക്ഷാമമുണ്ട് എന്ന്, എത്രയും പെട്ടെന്ന് സേവ് മോഡിലേക്ക് പോകണമെന്ന്. യുദ്ധം വന്നിട്ട് ഗ്യാസ് സിലിണ്ടറിനൊക്കെ ഷോർട്ടേജ് ആയപ്പോൾ നമ്മൾ ലാവിഷ് കുക്കിംഗ് ഒക്കെ ഒന്ന് കുറച്ചില്ലേ? നമ്മുടെ ശരീരവും ഇതേ പ്രിക്കോഷൻ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ശരീരം മെറ്റബോളിസം സ്ലോ ആക്കും. കാരണം അതിന് പേടിയാണ്, എപ്പോഴാണ് ഇനി ഭക്ഷണം കിട്ടുക എന്നറിയില്ല. അതുകൊണ്ട് കിട്ടുന്ന കലോറിയെ എല്ലാം കെട്ടിപ്പിടിച്ചിരിക്കും, ഫാറ്റാക്കി സ്റ്റോർ ചെയ്യും, മസിലിനെയൊക്കെ പൊട്ടിച്ച് എനർജിയാക്കി മാറ്റും. ശരീരം ഉള്ളിൽ നിന്ന് സൈലൻ്റായി ഫൈറ്റ് ചെയ്യാണ്. ആർക്കു വേണ്ടി? നമ്മൾക്ക് വേണ്ടി. അതിൻ്റെ കൂടെ ഹോർമോണുകളും നല്ല കളി കളിക്കും. ശരീരം ആകെ കൺഫ്യൂസ്ഡ് ആവും. എന്ന് വെച്ച് ശരീരത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നല്ല, നമ്മൾ തെറ്റ് ചെയ്യുന്നതുകൊണ്ടും അല്ല. നമ്മുടെ ശരീരം ഉണ്ടല്ലോ, അത് നമ്മളെ പൊതിഞ്ഞ് പ്രൊട്ടക്റ്റ് ചെയ്യായിരുന്നു. അതിനറിയില്ലല്ലോ നമ്മൾ മനഃപൂർവ്വം ഫുഡ് കുറച്ച് കഴിക്കുകയാണ്, അല്ലാതെ സത്യത്തിൽ ഫുഡിനൊരു ക്ഷാമവും ഇല്ല എന്ന്. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ശരീരത്തിന് വിശ്വാസം വരുത്തണം, പട്ടിണിയില്ല, കാര്യങ്ങളൊക്കെ സേഫ് ആണ് എന്ന്. കൃത്യസമയത്ത് വേണ്ടത്ര ഭക്ഷണം കൊടുക്കണം, പ്രോട്ടീൻ കൂട്ടണം, വെള്ളം കുടിക്കണം, ഉറങ്ങണം, പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങണം. 1-2 ദിവസം കൊണ്ട് മാറ്റമൊന്നും കാണില്ല കേട്ടോ. പക്ഷെ പതിയെ ശരീരത്തിന് വിശ്വാസം വരും, മെറ്റബോളിസം വീണ്ടും ആക്റ്റീവ് ആവും. അപ്പോൾ കലോറി ഡെഫിസിറ്റും വർക്കൗട്ടും കൂടെ ആഡ് ചെയ്യാം. ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അവിടെ നിന്നാണ് നമ്മുടെ ശരിക്കുള്ള ജേണി തുടങ്ങുന്നത്. ഈ സമയത്ത് നമ്മുടെ ശരീരം ഉണ്ടല്ലോ ശരിക്കും സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. കോൺഫിഡൻസോടെ കലോറി ബേൺ ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ കൂടെ വരുന്ന എനർജിയും ഹാപ്പിനെസ്സും നമുക്ക് മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ള എല്ലാവർക്കും സ്പ്രെഡ് ആവും. എന്തൊരു നല്ല കാര്യമല്ലേ ഇത്? അപ്പോൾ ഇന്നു മുതൽ തുടങ്ങുകയല്ലേ? ഒറ്റയ്ക്കല്ല, ഞാൻ കൂടെ തന്നെയുണ്ട്. ഇടയ്ക്കൊരു മോട്ടിവേഷന് ഈ വീഡിയോ സേവ് ചെയ്തോളൂ. പിന്നെ ഞാൻ ഒന്നും കഴിക്കുന്നില്ല എന്നിട്ടും വണ്ണം കുറയുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ഫ്രണ്ടിന് ഷെയർ ചെയ്യാനും മറക്കേണ്ട. ചിലപ്പോൾ ഈ ഒരു കുഞ്ഞു കാര്യം മതി അവരുടെ ശരീരവുമായുള്ള യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ. ഓക്കെ?